അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത കരിപ്പൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട എന്നുള്ളതാണ്. കാർഗോ വഴി വന്ന 1.5 കിലോയോളം MDMA പോലീസ് പിടികൂടി. 2 ദിവസം മുൻപ് ലഹരി മരുന്ന് കേസിൽ മട്ടാഞ്ചേരിയിൽ പിടികൂടിയ പ്രതി ആഷിഖിന്റെ വീട്ടിൽ നിന്നുമാണ് MDMA പിടികൂടിയത്. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് CV അനുമോദ് നമുക്കൊപ്പം ചേരുന്ന. അനുമോദ്, ഏതൊക്കെ നാടുകളിൽ നിന്നാണ് നമ്മുടെ നാട്ടിലേക്ക് ലഹരി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പല വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ തായ്ലൻഡിൽ നിന്ന് കേരളത്തിലേക്കുള്ള ലഹരി ഒഴുക്കിനെ കുറിച്ചുള്ള വാർത്ത News 18 തന്നെയാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ ഇതാ കാർഗോ വഴി വന്ന ലഹരി മരുന്നുകളാണ് പിടികൂടിയിട്ടുള്ളത്. ഈ പ്രതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ. ആര്യ, ഈ കേരളത്തിൽ തന്നെ ഇത്രയും അധികം MDMA പിടിച്ചെടുക്കുന്ന ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. 1660 ഗ്രാം എന്നാണ് പോലീസ് നൽകുന്ന കണക്ക്. 1665 ഗ്രാം MDMA ആണ് ഇപ്പോൾ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആഷിഖ് 2 ദിവസം മുൻപ് എറണാകുളത്ത് മട്ടാഞ്ചേരി വിളിച്ച് മറ്റൊരു MDMA കേസിൽ പിടിയിലായിരുന്നു. ഇയാളിൽ നിന്ന് 500 ഗ്രാം MDMA ആണ് കണ്ടെടുത്തിരുന്നത്. ആഷിഖിന് കരിപ്പൂരിലേക്ക് ഒമാനിൽ നിന്ന് കാർഗോ വഴി ഒരു പാഴ്സൽ എത്തിയിട്ടുണ്ട് എന്ന വിവരം പോലീസിന് ലഭിക്കുകയും തുടർന്ന് പോലീസ് ഇയാളുടെ വീട്ടിലെത്തി നടത്തിയ പരിശോധനയിലാണ് ഈ ലഹരി മരുന്ന് അടങ്ങിയ പാക്കറ്റ് കണ്ടെടുത്തത്. ഇത് 1665 ഗ്രാം ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഡാൻസ് അപ്പ് സ്ക്വാഡും അതേപോലെ തന്നെ SP-യുടെ സ്പെഷ്യൽ സ്ക്വാഡും കരിപ്പൂർ പോലീസും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തി. കേരളത്തിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയ MDMA വേട്ട എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഈ ഒരു MDMA സൈഷർ അവിടെ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ നമുക്ക് SP അല്പസമയത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും എന്ന സൂചനയാണ് ലഭിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും ഈ ഒരു ലഹരി മരുന്നിന് ഇത്രയും അധികം അളവിൽ പിടിച്ചെടുക്കുന്നത്, അതും വിദേശത്തു നിന്ന് കൊണ്ടുവന്ന MDMA ഇത്രയും അധികം അളവിൽ പിടിച്ചെടുക്കുന്നത് വലിയൊരു വേട്ടയായിട്ട് തന്നെ വേണം കാണുവാൻ. ഇത് വിമാനത്താവളങ്ങൾ വഴി ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത് സംഘങ്ങൾ സജീവമാണ് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവ് കൂടിയായിട്ട് വേണം ഈ ഒരു ഒമാനിൽ നിന്നുള്ള ഈ ലഹരി മരുന്ന് പിടികൂടിയതിനെ കാണേണ്ടത്. എന്നാണെങ്കിലും ആഷിക്കുന്ന പ്രതി നിലവിൽ എറണാകുളം പോലീസിൻ്റെ കസ്റ്റഡിയിലായിരുന്ന അയാൾ റിമാൻഡിലാണ് ഉള്ളത്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുവാൻ കരിപ്പൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ട 1.5 കിലോ 1665 ഗ്രാം MDMA പിടികൂടി എന്നുള്ളത് ഈ ഒരു ലഹരി മരുന്നിന് എതിരായ പോരാട്ടത്തിൽ വലിയ ഊർജ്ജം നൽകുന്ന ഒന്നാകുമെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അനുമോദം, ഒരു കാര്യം കൂടി, അതായത് ഇത്തരത്തിൽ 1-2 ആളുകൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അനുമോദം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടാകാം. എന്തായാലും ആഷിഖ് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളതിനാൽ തന്നെ ഈ റാക്കറ്റിലേക്ക് അന്വേഷണം കൊണ്ടെത്തിക്കാൻ പോലീസിന് അത് സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ആഷിഖിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഒരുപാട് ഈ നിർണായകമായ വിവരങ്ങൾ പലതും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അവിടെ നിന്നും കിട്ടുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള സെയ്ഷറുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒമാനിൽ നിന്ന് ആരാണ് ഇത് അയച്ചത്, അതിൻ്റെ പിന്നിലെ മറ്റ് കണ്ണികൾ ആരൊക്കെയാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഇത്തരത്തിൽ കടത്തിയിട്ടുണ്ട്, മറ്റ് വിമാനത്താവളങ്ങൾ വഴി ഇതുപോലെ ലഹരിക്കടത്ത് നടത്തിയിട്ടുണ്ട്, അങ്ങനെ ഒന്നിൽ തുടങ്ങി എവിടെ എത്തുമെന്ന് പറയാൻ കഴിയാത്തത്ര വലിയ ഒരു ശൃംഖലയുടെ ഒരു മഞ്ഞുമലയുടെ അറ്റം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. വലിയ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഇത്. കോടികൾ വില വരും. MDMAയുടെയൊക്കെ വില നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനൊക്കെ കോടികളായിരിക്കും വില മതിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സോഴ്സ് അതിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ഒരു നടപടികൾ ഏറെ സഹായകമാകുമെന്ന് പറയാതെ വയ്യ. കാരണം പ്രത്യേകിച്ച് ഇത്രയും വലിയ അളവിൽ MDMA ആഷിഖിന് നൽകിയിട്ടുണ്ടെങ്കിൽ ആഷിഖ് അതിൻ്റെ ഒരു മൊത്ത കച്ചവടക്കാരൻ തന്നെ ആയിരിക്കണമെന്ന് നമുക്ക് കണക്കാക്കാം. അയാളായിരിക്കാം ഒരുപക്ഷെ ഇവിടുത്തെ ചെറുകിട സംഘങ്ങൾക്ക് ഇത് കൈമാറുന്നത്. ഇത് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലേക്ക് മാത്രമല്ല മറ്റു പല ജില്ലയിലേക്കും കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ ഈ ആഷിഖിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഇനി വളരെ നിർണായകമാണ്. ലഹരി മരുന്നിൻ്റെ തായ്വേരുകൾ തേടി പോകുന്നതിന് പോലീസിന് അയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ടായിരിക്കും. വിദേശത്ത് ഉള്ള കണ്ണികളെ കണ്ടെത്താൻ ഈ വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാണെങ്കിലും ഈ ലഹരി മരുന്നിന് എതിരായ പോരാട്ടത്തിൽ അതീവ പ്രാധാന്യമർഹിക്കുന്നതായിരിക്കും ഇന്ന് പോലീസ് നടത്തിയ ഈ 1665 ഗ്രാം MDMA വേട്ട.
തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേരളത്തിലെ തന്നെ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും വലിയ MDMA വേട്ടയാണ് നടന്നിട്ടുള്ളത്. 1.5 കിലോയോളം MDMA ആണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇത് ഒമാനിൽ നിന്ന് കാർഗോ വഴി എത്തിയതാണ്. എന്തായാലും ആഷിഖ് എന്ന് പറയുന്ന വ്യക്തി, ആഷിഖ് നേരത്തെ തന്നെ പോലീസിന്റെ പിടിയിലായിട്ടുള്ളതാണ്, റിമാൻഡിലാണ് MDMA പിടികൂടിയ കേസുമായി ബന്ധപ്പെട്ട്. എന്തായാലും ഇതിന് പിന്നിൽ ഉള്ള വലിയൊരു റാക്കറ്റിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് ആഷിഖിലൂടെ കഴിയും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ് അന്വേഷണ സംഘവും.